ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങൾ എന്ന ചാപ്റ്ററിന്റെ 2 ഭാഗം ഫിനിഷായി. ഇന്ന് നമുക്ക് അതിന്റെ 3ാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ റെഡിയാണ്. 1/5 പ്ലസ് 1/25 പ്ലസ് 1/125 ഈ നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം? അതിനു മുമ്പ് നാം കഴിഞ്ഞ ക്ലാസ് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടായിരുന്നല്ലോ. യെസ്, ഒരു ഭിന്നസംഖ്യ, അതായത് അതിന്റെ ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്റർ 10ന്റെ പവേഴ്സ് വരികയാണെങ്കിൽ എങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യാം നാം പഠിച്ചു. അതേപോലെ ഇനി 1/5 1/2 രൂപത്തിലാണെങ്കിൽ, അതായത് 1/5 എങ്ങനെയായിരുന്നു കൺവേർട്ട് ചെയ്തിരുന്നത്? യെസ്, 1/5നെ നാം ഈ ഡിനോമിനേറ്ററിനെ 10 ആക്കി മാറ്റും. എങ്ങനെ 10 ആക്കി മാറ്റാൻ സാധിക്കും? ഈ 5നെ ആദ്യം 10 ആക്കി മാറ്റാൻ വേണ്ടി 2നെ കൊണ്ട് ഇൻറ്റു ചെയ്യും. അതേപോലെ ന്യൂമറേറ്ററിലും 2 ഇൻറ്റു ചെയ്ത് 2/10. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് തന്നെ 2/10നെ എങ്ങനെ ചെയ്യും? 0 എത്ര ഉണ്ടെന്ന് നോക്കൂ. ആദ്യം നമ്പർ അതേപോലെ എഴുതും. 0 എത്ര ഉണ്ട്? ഡിനോമിനേറ്ററിൽ ഒരു 0, സോ ഒരു ദശാംശ സ്ഥാനം മതി, 0.2. ഇങ്ങനെയായിരുന്നല്ലോ കണ്ടുപിടിച്ചിരുന്നത്. ഓക്കെ, ഈ കാര്യം ഓർമ്മയുണ്ട്. പക്ഷെ ഈ നമ്പേഴ്സ് 1/5 പ്ലസ് 1/25 പ്ലസ് 1/125 ഈ നമ്പേഴ്സ് 3 ആഡ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇവിടെ നമുക്കറിയാം 1/5നെ കൺവേർട്ട് ചെയ്യുന്നത് അറിയാം. അപ്പോൾ അത് നമുക്ക് ഇത് 2 രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ 1/5 ഈക്വൽ ടു അതിനെ നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതി, അതേപോലെ 1/25നെ എഴുതി, അതേപോലെ 1/125 എഴുതി എല്ലാ ദശാംശ സംഖ്യകളും ആഡ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്ന മെത്തേഡ് ചെയ്യാം. നമുക്കറിയാം ഇത് 3ന്റെയും ഡിനോമിനേറ്റർ ശ്രദ്ധിച്ചേ. 3 1/5 ആണ്, 25 ആണ്, 125 ആണ്. ഈ 3 നമ്മൾ സാധാരണ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യാറ്? യെസ്, ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡിനോമിനേറ്റർ ലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് 2/4 പ്ലസ് 3/4 എങ്ങനെ ആഡ് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആയത് കാരണം ഡിനോമിനേറ്റർ അതേപോലെ എഴുതും. 2 പ്ലസ്, അപ്പൊ എങ്ങനെ ഫ്രാക്ഷന് 5/4 ഇങ്ങനെ നോക്കാം. 1/2 1/4 ഇത് ഞാനൊരു എക്സാമ്പിൾ ആഡ് ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്റർ ഫ്രാക്ഷൻസ് ആണ്. ഇത് രണ്ടും ആഡ് അൺലൈക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഹൗ ടു ആഡ് ലൈക്ക് ഫ്രാക്ഷൻ, ഹൗ ടു കൺവേർട്ട് ദിസ് അൺലൈക്ക് ഫ്രാക്ഷൻ ഇൻടു ലൈക്ക് നമ്പർ ഏതാണ്? 4 ആണ്. അങ്ങനെയാണ് ചെയ്യാറ്. അതിന്റെ ബിഫോർ ഉള്ള എക്സാമ്പിൾ നമ്പറും കൂടെ നമുക്ക് 4 ആക്കി മാറ്റണം. 1/2നെയും 4 ഡിനോമിനേറ്റർ 4 ഉള്ള സംഖ്യയാക്കി മാറ്റണം. അപ്പൊ എങ്ങനെ മാറ്റാൻ സാധിക്കും? 1/2നെ എങ്ങനെ 4 ആക്കി മാറ്റാൻ സാധിക്കും? 2നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാ 4 കിട്ടുക? 2 കൊണ്ട്. അപ്പൊ 1/2 ഇൻറ്റു 2 നേരത്തെ പറഞ്ഞതേപോലെ തന്നെ ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു ചെയ്തത് കാരണം ന്യൂമറേറ്ററിലും 2 ആഡ് ചെയ്യാം. 2/4 ഇങ്ങനെയല്ലേ? അപ്പൊ എന്തെഴുതാൻ സാധിക്കും? ഈ 1/2ന് പകരം 2/4 എഴുതാം. സോ 2/4 plus 1/4 that is equal to 3/4. ഇങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ LCM കണ്ടിട്ടും ചെയ്യാം. LCM കാണുന്നതും ഇത് തന്നെയാണ് ചെയ്യുന്നത്. LCM കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിനെ നാം ഒരേ നമ്പർ ആക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് 3/4. എങ്ങനെയാ ചെയ്തിരുന്നത്? ഇവിടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിനോമിനേറ്ററിലുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എടുക്കും. ആ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം. മറ്റേ നമ്പർ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ ആകുമോ നോക്കും. ആ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്തതിന് ശേഷം ഇത് രണ്ടും സെയിം ആക്കിയതിനു ശേഷം ആഡ് ചെയ്യും. ഈ കാര്യം മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അതേ രൂപത്തിൽ ചെയ്യും. 1/5 പ്ലസ് 1/25 പ്ലസ് 1/125 ഇതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്ററിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള നമ്പർ 125 ആണ്. അപ്പൊ ഈ 2 നമ്പേഴ്സിനെയും നമുക്ക് 125 ആക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് 125 അല്ല ആക്കേണ്ടത്. അപ്പൊ 125നെ നമ്മൾ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഏത് നമ്പറിനെ കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 125 കിട്ടുക? 5നെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ അപ്പൊ അതിനുവേണ്ടി 125നെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോ 2 5s are 10, 2 5 5s are 25, 0.
ഓക്കെ, എത്രയാണ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? 25 കൊണ്ട് ഡിവൈഡ് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ 1/5 ഇൻറ്റു 25. ഡിനോമിനേറ്ററിൽ 25 ഇൻറ്റു ചെയ്തത് കാരണം ന്യൂമറേറ്ററും 25 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. പ്ലസ് ഇനി 1/25. അതേപോലെ 125 അല്ല ആക്കേണ്ടത്. ആ നമ്പർ എടുത്തതിന് ശേഷം ഏത് നമ്പറിനെയാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? 125നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 5. 5 25s are 125. ഓക്കെ, അപ്പോ ഇവിടെ 1/25 ഇൻറ്റു 5, ഡിനോമിനേറ്ററിൽ 5 ഇൻറ്റു ചെയ്തത് കാരണം ന്യൂമറേറ്ററും ചെയ്യുന്നു. പ്ലസ് ഇത് അതേപോലെ എഴുതുക. അതിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലേക്കാണ് എല്ലാ ഡിനോമിനേറ്ററും ഈ നമ്പറിലേക്കാണ് മാറ്റിയത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ 25 ഡിവൈഡഡ് ബൈ 125 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 125 പ്ലസ് 1/125. ഓക്കെ, ഇത് എത്രയാണ്? 25 പ്ലസ് 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 125. എന്തുകൊണ്ട്? ദിസ് വൺ ഇസ് എ ലൈക്ക് ഫ്രാക്ഷൻസ്. ഇത് ലൈക്ക് ഫ്രാക്ഷൻസ് ആയി മാറിയില്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. സോ 31 ഡിവൈഡഡ് ബൈ 125. അപ്പൊ ഈ നമ്പർ നമുക്ക് എന്ത് കിട്ടി? 31 ഡിവൈഡഡ് ബൈ 125 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ 125നെ എങ്ങനെയെങ്കിലും എന്താക്കാൻ പറ്റുമോ? 10ന്റെ പവേഴ്സ് ആക്കി മാറ്റാൻ പറ്റുമോ? അതായത് സെക്കൻഡ് ക്ലാസ് പഠിച്ചത് 125. അപ്പൊ ഈ 125നെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യും. 125 ഇതിന് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3നെ കൊണ്ട് പറ്റില്ല. അപ്പൊ 5 എടുക്കും. 12ൽ എത്ര 5 ആണ്? 2. അതേപോലെ 15ല് 5 വീണ്ടും ഡിവൈഡ് ചെയ്യും. 25ൽ എത്ര 5 ഉണ്ട്? 5. അപ്പൊ വീണ്ടും 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 31 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5 ഇൻറ്റു 5 അല്ലേ? അപ്പോ 5 ഇൻറ്റു 5 ഇൻറ്റു 5. ഇതിന് വേണം സിമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 31 ഡിവൈഡഡ് ബൈ 5 ക്യൂബ്. അതായത് 5 3 പ്രാവശ്യം ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 5 ക്യൂബ്. നമുക്കറിയാം 2 ഇൻറ്റു 2 2 സ്ക്വയർ ആണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആകുമ്പോൾ ഇവിടെ എത്ര 2 ഉണ്ട്? അത്രയും പവേഴ്സ് ആയിട്ട് എഴുതും. അപ്പൊ ഇതെങ്ങനെ വായിക്കും? 2⁻3. അതേപോലെ 5⁻3. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് 5 ഡിനോമിനേറ്ററിൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഉണ്ട്. അതിനെയൊക്കെ നമുക്ക് എന്താക്കി മാറ്റണം? 10 ആക്കി മാറ്റണം. എങ്ങനെയാ ചെയ്യാറ്? 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇതിനൊക്കെ 10 ആക്കി മാറ്റണം. അപ്പൊ ഇതിനെ ഇൻറ്റു ചെയ്യണം 2നെ കൊണ്ട്. ഈ 5നെ 2നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഈ 5നെ ഇൻറ്റു ചെയ്യണം 2നെ കൊണ്ട്. അപ്പൊ ഇവിടെ എത്ര 2നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം? 3 2നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇവിടെയും നമുക്ക് എന്താ എഴുതാം? 2⁻3 എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. 5⁻3 ഇൻറ്റു 2⁻3. ഇതിനെ 2⁻3നെ കൊണ്ട് ഇൻറ്റു ചെയ്തത് കൊണ്ട് ന്യൂമറേറ്ററിലും 2⁻3 കൊണ്ട് ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് തന്നെയാണ്. ഇതിനെ ഞാൻ ചുരുക്കി എഴുതിയെന്നേ ഉള്ളൂ. 5 ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5. അതേപോലെ 2 ക്യൂബ് 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, ആ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നതിന് പകരം ചുരുക്കി എഴുതി. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോ ഈ 31 ഇൻറ്റു 2 ക്യൂബ് എത്രയാണ്? 2 ഇൻറ്റു 2 4. 4 ഇൻറ്റു 2 8 ഡിവൈഡഡ് ബൈ ഇതെന്താകും? 5 ഇൻറ്റു 5 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ്. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 5 ഇൻറ്റു 2 ഹോൾ ക്യൂബ്. ഓക്കെ, അതായത് 31 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2 എത്രയാണ്? 10 ക്യൂബ്. ഓക്കെ, 31 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 10 ക്യൂബ് എത്രയാണ്? 1000. ഓക്കെ, 31 ഇൻറ്റു 8 എത്രയാണ്? 248 ഡിവൈഡഡ് ബൈ 1000. ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് ഡെസിമൽ ഫോംസിലേക്ക് മാറ്റി എഴുതാൻ സാധിക്കുമല്ലോ. എങ്ങനെയാണ്? മുകളിലുള്ള നമ്പർ അതേപോലെ എഴുതുന്നു. ഡിനോമിനേറ്ററിൽ എത്ര 0 ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നു. 3 0. അപ്പൊ 3 ഡെസിമൽ പ്ലേസസ് വേണം. ഇവിടെ ഒരു പോയിന്റ് ഇടുന്നു, 0 ആഡ് ചെയ്ത് കൊടുക്കുന്നു. മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഇതാണ്. 5 ഇൻറ്റു 2 ഹോൾ ക്യൂബ് ഞാൻ
എന്ത് ചെയ്തു 5 into 2 കണ്ടതിന് ശേഷം അതിന്റെ ക്യൂബാണ് കണ്ടത്. അതെങ്ങനെ നോക്കാം. 5 ക്യൂബ് എത്രയാണ്? 5 into 5 into 5. 5 into 5 25. 25 into 5 125. ഓക്കെ. ഇനി 2 ക്യൂബ്. 2 ക്യൂബ് എത്രയാണ്? 8 ആണല്ലോ. ഈ 125 into 8 ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 125 into 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 ആണ് കിട്ടുക. ഓക്കെ. ഇനി ഇതേപോലെ 5 into 2 ഹോൾ ക്യൂബ് ചെയ്ത് നോക്കാം. 5 into 2 ഹോൾ ക്യൂബ്. ഇത് രണ്ടും സെയിം ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. 5 into 2 എത്രയാണ്? 10. 10 ക്യൂബ് എത്രയാണ്? 1000. ഇവിടെ നമുക്ക് സെയിം തന്നെ കിട്ടിയല്ലോ. നമുക്ക് ഏതൊരു നമ്പർ ആണെങ്കിലും ഒരേ പവേഴ്സ്, അതായത് 5 ക്യൂബിന്റെ 2 ക്യൂബ്. ഇനി അതേപോലെ 2 raised to 4 into 3 raised to 4. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ബേസിലുള്ള നമ്പേഴ്സ് എടുക്കുക. 2 into 3 ഹോൾ raised to 4. ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ 5 ക്യൂബ് into 2 ക്യൂബ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 5 into 2 ഹോൾ ക്യൂബ്. ആ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്യാന്ന്. അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. 1/2 plus 1/2 square plus 1/2 ക്യൂബ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? സിമ്പിൾ ആണ്. നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. എന്തായിരുന്നു? ഇതില് എല്ലാ ഫ്രാക്ഷൻസും എന്താണ്? അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കി മാറ്റി എഴുതണം. അപ്പൊ ഏറ്റവും വലിയ ഡിനോമിനേറ്ററിൽ ഏറ്റവും വലുത് ഏതാണ്? 2 ക്യൂബ് ആണ്. അപ്പൊ എല്ലാ 1/2 1/2 സ്ക്വയറിനൊക്കെ നമുക്ക് 2 ക്യൂബ് ആക്കി മാറ്റണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ മാത്രം ഇൻറ്റു ചെയ്താൽ മതിയാവില്ല, ന്യൂമറേറ്ററിലും ചെയ്യേണ്ടി വരും. അപ്പോൾ 1/2ന് നമുക്ക് എന്താക്കണം? 2 ക്യൂബ് ആക്കണം. ഓൾറെഡി ഒരു 2 അവിടെ ഉണ്ട്. അപ്പോൾ 2 സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 2 ക്യൂബ് ആവും. പക്ഷെ ഇവിടെ ഒരു 2 സ്ക്വയർ എക്സ്ട്രാ ഇൻറ്റു ചെയ്തത് കൊണ്ട് ന്യൂമറേറ്ററിലും അതേ സമയം ചെയ്യാം. പ്ലസ് 1/2 സ്ക്വയർ. അപ്പൊ ഈ 2 സ്ക്വയർ നമുക്ക് എന്താക്കി മാറ്റണം? 2 ക്യൂബാക്കി മാറ്റണം. 2 ക്യൂബാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 2നെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 2 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ് ആവും. അപ്പോൾ അതേ 2നെ കൊണ്ട് ന്യൂമറേറ്ററും ഇൻറ്റു ചെയ്യാം. ഓക്കെ. പ്ലസ് 1/2 ക്യൂബ്. അതങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ. എന്നതിന് ശേഷം 2 square divided by 2 cube plus 2 divided by 2 cube plus 1 divided by 2 cube. അപ്പൊ ഡിനോമിനേറ്റർ ഇവിടെ ഒക്കെ സെയിം ആയി. ഇനി നമുക്ക് ഇത് സിമ്പിളായി ആഡ് ചെയ്യാൻ സാധിക്കും. ഇത് ലൈക്ക് ഫ്രാക്ഷൻസ് ആയി മാറി. ഓക്കെ. അപ്പോൾ ഡിനോമിനേറ്ററിൽ 2 ക്യൂബ് എഴുതുക. പിന്നെ എങ്ങനെയാ? മേലത്തെ 2 സ്ക്വയർ എത്രയാണ്? 4 plus 2 plus 1. ഓക്കെ. ദിസ് 4 plus 2 plus 1 എത്രയാണ്? 7 divided by 2 ക്യൂബ്. 2 ക്യൂബ് എത്രയാണ്? നമുക്ക് വേണ്ടിയിട്ട് 2 ക്യൂബ് ഇങ്ങനെ തന്നെ എഴുതാം. ഓക്കെ. അപ്പൊ ഈ 1/2 plus 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബിനെ നാം ഇങ്ങനെ മാറ്റി എഴുതി. ഇനി ഈ നമ്പറിനെ നമുക്ക് എന്താക്കി മാറ്റി എഴുതാം? ദശാംശ സംഖ്യ അഥവാ ഡെസിമൽ ഫോംസിലേക്ക് മാറ്റുന്നത് നമുക്കറിയാം. എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ഡിനോമിനേറ്ററിൽ 2 വരുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. 7 divided by 2 into 2 into 2. അതിന് പകരം 2 ക്യൂബ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഡിനോമിനേറ്ററിൽ എത്ര 2 ഉണ്ട്? 3 2 ഉണ്ട്. ഓരോ 2നെയും 5നെ കൊണ്ട് ഇൻറ്റു ചെയ്ത് 10 ആക്കി മാറ്റണം. അപ്പോൾ അതിനു വേണ്ടി നാം എഴുതുന്നു 7 divided by 2 into 5. ആദ്യത്തെ 2ന് 5നെ കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ തന്നെ ന്യൂമറേറ്ററിലും ചെയ്തു. ഇൻറ്റു നെക്സ്റ്റ് 2നെ വീണ്ടും 5നെ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ തന്നെ ന്യൂമറേറ്ററിലും 5നെ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. വീണ്ടും നെക്സ്റ്റ് 2 എടുക്കുന്നു. അതിന് വീണ്ടും 5നെ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ തന്നെ ന്യൂമറേറ്ററിലും ഇൻറ്റു ചെയ്യുന്നു. ഓക്കെ. ഞാൻ ഈ സ്റ്റെപ്പ് എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 1/2 ക്യൂബ് അല്ലേ? അപ്പോൾ എത്ര 5നെ കൊണ്ട് ചെയ്തു? 1 2 3. ഡിനോമിനേറ്ററും 5 ക്യൂബ് എഴുതിയാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? 7 ഇൻറ്റു ന്യൂമറേറ്ററിൽ 5 ക്യൂബ്
2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് തന്നെ എക്സ്പാൻഡ് ചെയ്തതാണിത്. അതിന് ചുരുക്കി എഴുതി. എത്ര 2 ഉണ്ട്? 3 2 ഉണ്ട്. അപ്പൊ 2 ക്യൂബ്. എത്ര 5 ഉണ്ട്? 3 5s ഉണ്ട്. അപ്പൊ 5സിനെയും ഞാൻ എന്ത് എഴുതി? 5 ക്യൂബ് എന്നാക്കി മാറ്റി എഴുതി. എക്സ്പാൻഡ് ചെയ്ത് എഴുതിയ മനസ്സിലാവുന്നില്ലേ? അപ്പൊ എന്തെഴുതും? 7 ഇൻറ്റു 5 ക്യൂബ് എത്രയാണ്? 5 ഇൻറ്റു 5 25. 25 ഇൻറ്റു 5 125 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് എത്രയാണ്? 8 ഇൻറ്റു 5 ക്യൂബ് എത്രയാണ്? 125. ഓക്കെ, അപ്പൊ ഇതെന്തെഴുതാം? 7 ഇൻറ്റു 125 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 8 എത്രയാണ്? 1000. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബിനെ നമുക്ക് എങ്ങനെ കാണാം? 2 ഇൻറ്റു 5 ഹോൾ ക്യൂബ് ആക്കി എഴുതാം. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു 5 എത്രയാണ്? 10. 10 ക്യൂബ് എത്രയാണ്? 1000. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ മെത്തേഡാണെങ്കിൽ എളുപ്പം ഈ രീതിയിൽ ചെയ്യാം, ഈ മെത്തേഡിലാണെങ്കിൽ എളുപ്പം ഇങ്ങനെ ചെയ്യാം. ഓക്കെ, 2 ക്യൂബിന് ഇനിയിപ്പോ ഏത് നമ്പർ ആണെങ്കിലും ഇങ്ങനെ പവേഴ്സ് സെയിം ആയി വന്നു കഴിഞ്ഞാൽ അടിയിലുള്ള നമ്പർ ഹോൾ ഏതാണോ പവർ, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, പിന്നെ റൈസ് ടു 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ 7 ഇൻറ്റു 125 875 ഡിവൈഡഡ് ബൈ 1000 ഇങ്ങനെ കിട്ടിയല്ലോ. ഈ നമ്പറിനെ നമുക്ക് ദശാംശ രൂപത്തിൽ എഴുതാൻ പെട്ടെന്ന് സാധിക്കും. എങ്ങനെയാണ്? നമ്പർ അതേപോലെ എഴുതുക, അതിനുശേഷം എത്ര 0 ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. 1 2 3. സോ 3 ദശാംശ സ്ഥാനം വേണം, 3 ഡെസിമൽ പ്ലേസസ് വേണം. 0.875. അപ്പൊ ആൻസർ കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 5.875 എന്ന ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്താക്കണം? ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആക്കി മാറ്റണം, ഫ്രാക്ഷൻ ആക്കി മാറ്റണം. ഫ്രാക്ഷന്റെ പ്രത്യേകത എന്താ? 2 ഡിജിറ്റുള്ള ഫ്രാക്ഷൻസ് ആയിരിക്കണം എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? ഫസ്റ്റ് നമുക്കറിയാം ഇതിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതുന്ന അറിയാം. നമ്പർ അതേപോലെ എഴുതുന്നു. 5875 ഡിവൈഡഡ് ബൈ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട് ഇവിടെ? 1 2 3. അതുകൊണ്ട് 3 0 ആഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ എഴുതുന്ന അറിയാം. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? 2 ഡിജിറ്റുള്ള ഫ്രാക്ഷൻ ആയിരിക്കണം. മേലെയും ന്യൂമറേറ്ററിലും 2 ഡിജിറ്റ് ആയിരിക്കണം, ഡിനോമിനേറ്ററിലും. അപ്പൊ നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ആദ്യം ഘടകക്രിയ ചെയ്തിട്ട് ചെയ്ത് നോക്കാം. 5875നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. ഫസ്റ്റ് 5നെ കൊണ്ട് ചെയ്യാം. ഓക്കെ, എത്ര 5? 1 5 8ല് 1 5 3 റിമൈനിങ് 37ല് 7 5 25ല് 5 5. ഓക്കെ, വീണ്ടും ഇതിനെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11ൽ എത്ര 5? 2 5. 17ൽ എത്ര 5? 3 5. 25ൽ എത്ര 5? 5 5. ദെൻ വീണ്ടും 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 23ല് 4 5. 35ല് 7 5. ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് ഈ നമ്പറിനെ എന്താക്കി എഴുതാൻ സാധിക്കും? 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 47. ഓക്കെ, അതേപോലെ ഈ 1000നെയും നാം ഘടകക്രിയ ചെയ്ത് കട്ട് ചെയ്യാണ്. 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 500. വീണ്ടും 2നെ കൊണ്ട് കട്ട് ചെയ്യുന്നു. 250. വീണ്ടും 2നെ കൊണ്ട് കട്ട് ചെയ്യുന്നു. 125. ഇനി നമുക്ക് 5നെ കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ 12ല് 5 എത്ര? 12ല് 2 5. 25 25. ദെൻ വീണ്ടും 5നെ കൊണ്ട് കട്ട് ചെയ്യുന്നു. 25ല് 5 എത്ര? 5 5. വീണ്ടും 5നെ കൊണ്ട് കട്ട് ചെയ്യുന്നു. 1. അപ്പോൾ ഈ 1000നെ നമുക്ക് എന്താക്കി എഴുതാം? 1000നെ 1 2 3. 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര? 5 1 2 3.
5 into 5 into 5 ഇങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ 3 5 ന്യൂമറേറ്ററിലുണ്ട്, 3 5 ഡിനോമിനേറ്ററിലുണ്ട്. ഇതിനെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടും 47 ഡിവൈഡഡ് ബൈ 2 into 2 into 2 2 into 2 into 2. ഓക്കെ, അപ്പൊ എത്രയാണ് ആൻസർ? 47 ഡിവൈഡഡ് ബൈ 2 into 2 4 4 into 2 8. നമുക്ക് എന്ത് കിട്ടി? 47/8. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? ഈ നമ്പറിനെ ഫ്രാക്ഷൻ നമ്പർ ആക്കി മാറ്റി എഴുതണം. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും 2 ഡിജിറ്റ് വേണം. പക്ഷെ ഇവിടെ 8 ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ 2 ഡിജിറ്റ് ആക്കി മാറ്റാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 into 2. 8നെ 1നെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ 8 തന്നെയാണ്. നമുക്ക് 2 ഡിജിറ്റ് ആവാൻ വേണ്ടി 8നെ 2നെ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടും. അതിനു വേണ്ടിയാ 2നെ കൊണ്ട് ഇൻറ്റു ചെയ്ത. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനില് നമുക്ക് 3 ഡിജിറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇൻറ്റു ചെയ്യണം. ഓക്കെ, 47 into 2 divided by 82 8 into 2 സോറി 8 into 2 ആണ്, 16 കിട്ടും. ഓക്കെ, അപ്പൊ ഇത് എത്ര കിട്ടും? 2 7s are 14, 2 4s are 8, 94 divided by 16. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 94 divided by 16. ഇത് രണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 ഡിജിറ്റ് ആയി മാറി. അപ്പൊ ഇക്കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് പ്രോബ്ലംസുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. ടേക്ക് കെയർ. If you like my channel, please subscribe.